ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറി വിളയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്കറിയാണ് പാലക്ക് ചീര. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അടുക്കള തോട്ടങ്ങൾ ഗ്രോ ബാഗിൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു പാലക്ക് ചീര ഇതിൻ്റെ വളർച്ചെല്ലാം മുരടിച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ മണ്ണിനോട് ചേർന്ന് ചാരി വീണ് കിടക്കും, അല്ലെങ്കിൽ ഒരു സീഡ്ലിംഗ് ആയി മുളച്ചു വരുന്ന സമയത്ത് തന്നെ മുരടിച്ചു പോകും. അപ്പോൾ അതെങ്ങനെ ആ മുരടിപ്പൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ഈ ഒരു പാലക്ക് ചീര വളർത്തിയെടുക്കാം, അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വിളവ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, അതിനെക്കുറിച്ചുള്ളൊരു കൊച്ചു വീഡിയോ ആണിത്. നമ്മളതിൻ്റെ വളങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലന രീതിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഫാമിലി 3 ലക്ഷം ആയ സ്ഥിതിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്നുണ്ട്. അപ്പോൾ 1,50,000 സബ്സ്ക്രിപ്ഷൻ ആയ അന്ന് നമ്മൾ ചെടികളായിരുന്നു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെടികളല്ല തരുന്നത്. നമ്മുടെ ചെടികൾക്ക് പകരം ചെടികൾ നല്ല രീതിയിൽ പൂവിടാനും അതുപോലെ തന്നെ ചെടികളുടെ ഗ്രോത്തും വളർച്ചയൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുവരാനൊക്കെ സൂക്ഷ്മമൂലങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ സൂക്ഷ്മമൂലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ സൂക്ഷ്മമൂലങ്ങൾ പല ക്വാണ്ടിറ്റിയിൽ പല റേഷ്യോയിൽ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷ്മമൂലങ്ങൾ ഞാൻ വാങ്ങിക്കാറില്ല പതിവ്. പകരം ഞാൻ ഇതിൽ ഓരോ കണ്ടൻസും വെവ്വേറെ വാങ്ങിച്ച ശേഷം ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജിൽ മാറ്റം വരുത്തിയിട്ട് ചെടികൾക്ക് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സൂക്ഷ്മമൂലങ്ങളിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അത് അയച്ചു തരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ ഒരു സൂക്ഷ്മമൂലം കൈ കിട്ടിക്കഴിഞ്ഞാൽ ചെടികൾ വളർത്താനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അയച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഫസ്റ്റ് ഒരു വിജയികളുടെ ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പാലക്ക് ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വളർത്താൻ പറ്റിയൊരു ചീര തന്നെയാണ്. നമ്മൾ പച്ചച്ചീരയും ചുവന്ന ചീരയും വളർത്തുന്ന പോലെ തന്നെ അത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചീര തന്നെയാണ് പാലക്ക് ചീര. പക്ഷേ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാലക്ക് ചീര നന്നായിട്ട് വെയിൽ കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ വളർത്താൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഈ ഒരു ചെടിക്ക് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് ചെടിയുടെ വളർച്ച സ്ലോ ആയി പോവുക. ചെടിക്ക് ആവശ്യത്തിന് വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ചെടിയുടെ വളർച്ച വളരെയധികം സ്ലോ ആയിട്ട് ചെടി സീഡ്ലിംഗ് ആയി വരുന്ന സമയത്ത് ആ ചെടി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആയിരിക്കും ഒരു മാസം കഴിഞ്ഞാൽ ഈ ചെടി ഉണ്ടാവുക. അതിൻ്റെ അടിഭാഗമൊക്കെ നീണ്ടു മെലിഞ്ഞ് വന്നിട്ട് ചെടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചാഞ്ഞ് പോകും. നനയ്ക്കുന്ന സമയത്തൊക്കെ ചാഞ്ഞ് മണ്ണിനോട് തൊട്ട് കിടക്കും ഈ പ്ലാന്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ചെടിക്കുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാലക്ക് ചീര നട്ട ശേഷം ചെടി മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെയിലുള്ള ഭാഗത്തോട്ട് ചെടി മാറ്റി വെക്കണം. ഈ ഒരു ഗ്രോ ബാഗ് മാറ്റി വെക്കണം, ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ നട്ടിരിക്കുന്നത് അത് നമ്മൾ വെയിലത്തോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ മണ്ണിൽ നേരിട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഈ ഒരു പ്ലാന്റ് നടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് സെലക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ ഓഫ്ലൈനായിട്ടൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കും. വിത്ത് എപ്പോഴും നല്ല വിത്തുകൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കും. നല്ല വിത്തുകളല്ലെങ്കിൽ എപ്പോഴും ഇതിന് പറ്റുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 ദിവസം കൊണ്ട് മുളയ്ക്കേണ്ട വിത്തൊക്കെ ചിലപ്പോൾ ഒരു 13-15 ദിവസമൊക്കെ പിടിക്കും മുളച്ച് വരാൻ. നല്ല വിത്തുകൾ കൊടുക്കുന്ന ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വിത്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക. നല്ല വിത്തുകളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെടി വളർച്ചുണ്ടാവും. ഒരു 3 ദിവസം മുതൽ 7 ദിവസം വരെ പിടിക്കും മിനിമം ഇത് മുളച്ച് വരാൻ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം ഒന്നും മുള പൊട്ടിയിട്ടില്ലെങ്കിലൊന്നും വിഷമിക്കൊന്നും വേണ്ട, ചെടി സാവധാനത്തിലൊക്കെ മുളച്ച് വന്നോളും. അപ്പോൾ നമ്മളിത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിൽ ഇത് നമ്മൾ കിഴി കെട്ടിയിട്ട് ഇട്ട് വെക്കുക. ഇട്ട് വെച്ച ശേഷം നമുക്ക് പിറ്റേ ദിവസം തന്നെ ഇതെടുത്ത് നടാം. വിത്തുകൾ മറ്റുള്ള ചെടികളെ പോലെ മുളച്ച് വന്ന ശേഷം പറിച്ച് നടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് ചട്ടിയിലാണോ അല്ലെങ്കിൽ ഏത് ഗ്രോ ബാഗിലാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ അത് കിളിർപ്പിച്ചിട്ട് നമുക്ക് അതിന് വേണ്ടൊക്കെ പരിചരണങ്ങൾ കൊടുക്കുക. അങ്ങനെ പരിചരിച്ച് നമുക്ക് നല്ല രീതിയിൽ വിളവ് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കെയർ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബാഗാണത്. അപ്പോൾ ഇത് ഏകദേശം 15-20 ദിവസമായ ഒരു പ്ലാന്റ് ആണ്. നല്ല ഗ്രോത്ത് ഉണ്ട് പ്ലാന്റിന്. അപ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് വളം നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ല. പോട്ടി മിക്സിലുണ്ടായിരുന്ന ചാണകപ്പൊടിയുടെ ഒരു ബലത്തിലാണ് ഈ പ്ലാന്റ് ഇത്രയും നല്ല രീതിയിൽ വളർന്നിരിക്കുന്നത്. നമ്മളിതിന് വേണ്ടി പോട്ടി മിക്സ് തയ്യാറാക്കിയത് നമ്മൾ ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ തന്നെ കോക്കോപ്പീറ്റ്, ഇതെല്ലാം 1:1:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ചെടിക്ക് വേണ്ട വളങ്ങളെല്ലാം ഈ ചാണകപ്പൊടി നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ മണ്ണും കോക്കോപ്പീറ്റും ആയത് കാരണം വേരുകൾക്കെല്ലാം നല്ല സ്മൂത്തായിട്ട് പോകാനും അതിനാവശ്യമുള്ള വളർച്ച വേരുകൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് എപ്പോഴും പ്രധാനമാണ്. എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ചെടികൾക്കും പോട്ടി മിക്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൻ്റെ ഗ്രോത്തിന്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെടി വളർച്ച എത്തിച്ചു കഴിഞ്ഞാൽ ഇനി കൊടുക്കേണ്ടതിൻ്റെ വളമാണ്. അപ്പോൾ വളം എന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പൂവിടാൻ വേണ്ടിയുള്ള ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ
ചീര അല്ലെങ്കിൽ ഇലക്കറികൾക്ക് കൊടുക്കാൻ പാടില്ല. പച്ചച്ചാണകമാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു ഇലക്കറികൾക്ക്. നന്നായിട്ട് ഇലകൾ വലിപ്പം വെക്കാനും നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനും ഇലക്കറികൾക്ക് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വളം നമ്മുടെ ഈ ഒരു പച്ചച്ചാണകമാണ്. അപ്പോൾ അരച്ചിരട്ട പച്ചച്ചാണകം 4 ലിറ്റർ വെള്ളത്തിലേക്ക് തോതിലെടുത്തിട്ട് നന്നായിട്ട് കലക്കിയിട്ട് മുകളിൽ തെളിഞ്ഞു വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 10 ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ചെടിയുടെ ഇലകളെല്ലാം നന്നായിട്ട് വികസിച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പാകത്തിൽ നന്നായിട്ട് വരും. എല്ലാവരുടെയും ഈ പോട്ടി മിക്സ് നന്നാവുന്നത് കാരണം നന്നായിട്ട് ഇട തൂർന്നിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടായി വരാറുണ്ട്. നന്നായിട്ട് ഇട തൂർന്നിട്ട് ഉള്ളു കാണാത്ത രീതിയിൽ അത്രയ്ക്കും തിക്കായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടായി വരും. നമുക്ക് ഒരു പ്രാവശ്യം വെട്ടിക്കഴിഞ്ഞാലും പിന്നെയും ഇതിന്ന് ഒരുപാട് കിളിർത്ത് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും പച്ചച്ചാണകത്തിൻ്റെ തെളി നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ചീര വെട്ടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന സംശയമാണ് എങ്ങനെയാണ് ഈ ഒരു പാലക്ക് ചീര വളർത്തേണ്ടത്, എന്താ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട. അപ്പം നമ്മുടെ വരും വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.